ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വെള്ളിയാഴ്ചകൾ നമ്മൾ തിരുക്കുറൾ അതിന്റെ 17ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചെന്നെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിന് ആദ്യത്തെ അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവസ്തുതി, ആകാശമഹിമ, സന്യാസം, ധർമ്മം, ഗൃഹസ്ഥം, ജീവിത സഖി, സന്താനങ്ങൾ, ദയ, ആദിത്യം, മധുരവാണി, നന്ദി, നീതി, അടക്കം, സൽസ്വഭാവം, വ്യഭിചാരം, ക്ഷമ, ഇങ്ങനെയുള്ള 16 തരത്തിലുള്ള വിഷയങ്ങൾ. ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം പ്രയോജനകരമാണ്, സാമൂഹികമായ ചിന്തകളാണ്. ഇന്ന് 17ാമത്തെ അസൂയ എന്ന് പറയുന്ന വിഷയത്തിലാണ് മോഹൻദാസ് സാർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും ജോഷി സാറിനെയും കൂടെ ക്ഷണിക്കുന്നു. മോഹൻദാസ് സാർ, ഈ മാറ്റിനി വെബിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സാബു സാറിൻ്റെ പറഞ്ഞ പോലെ തുടർച്ചയായ ഈ ഒരു അനുഭവം തന്ന മഹത്വമാണ് നമ്മുടെ ഈ 16 അധ്യായങ്ങളും കടന്നു പോകാൻ സാധിച്ചത്. ഓരോ ദിവസവും ഓരോ രീതിക്കുള്ള നമ്മുടെ ഒരു അറിവ് നേടിത്തരുന്ന ഒരു ഈ സംരംഭത്തിൽ സാറിന് നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. എന്നോടൊപ്പം തന്നെ ജോസി സാറും കൂടി ഇതിൽ കൂടുന്നുണ്ട്. ജോസി സാറിന് ഇത്തവണ ഞാൻ അല്പം വൈകിയാണ് ഇത് ഇട്ടത്, നേരത്തെ പോസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നാണ് അയക്കാൻ സാധിച്ചത്. കാരണം സാറിന് കുറച്ചുകൂടി പ്രിപ്പറേഷനിലുള്ള സമയം കുറവായി. തിരുക്കുറൾ നമ്മൾ പറഞ്ഞത്, തിരുക്കുറൾ ആ ഗ്രന്ഥം തന്നെ 3 ഭാഗമായിട്ടാണ് ഉള്ളത്. 1 ധർമ്മപ്രകരണം, 2 അർത്ഥപ്രകരണം, 3 കാമപ്രകരണം. അതിൽ ധർമ്മപ്രകരണത്തിലെ മംഗളാചരണമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കിയത്. അതിൽ 4 അധ്യായങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി വരുന്നത്. ഒരു സാമാന്യ ജീവിതം നയിക്കുന്ന ഒരു ഗൃഹസ്ഥന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കടമകളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് ആവശ്യം എന്നുള്ളതിനെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അസൂയ ഇല്ലായ്മ. സാധാരണ മനുഷ്യ സഹജമാണ് മറ്റൊരാളുടെ അഭിവൃദ്ധി മറ്റൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു അസൂയാത്മ. അത് പാടില്ല എന്നാണ് കവി പറയുന്നത്. അസൂയ അത് പാടില്ല. അന്യരുടെ ധനസ്ഥിതി, ഐശ്വര്യം, ഔന്നത്യം, ഭാഗ്യം ഇതെല്ലാം കണ്ട് അസൂയപ്പെടാതിരിക്കുന്നതാണ് മഹത്വം. അവരവർക്ക് ഉള്ളത് അവരവർക്ക് എന്ന സമചിത്തത ഉണ്ടാകുന്നിടത്തോളം മനസ്സ് എന്നും വിഭ്രാന്തിയിൽ തന്നെ ആയിരിക്കും. മനസ്സ് ഇങ്ങനെ അസഞ്ചലമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്നുള്ള ഒരു അടിസ്ഥാനമാണ് കവി ഇവിടെ പറയുന്നത്. സ്വൈര്യം നഷ്ടപ്പെടും, സ്വന്തം കർമ്മശേഷി കുറയും, അവസരങ്ങൾ പാഴാകും. ഇതെല്ലാം അസൂയയുടെ ദുഷ്ടഫലങ്ങളാണ്. ക്ഷമയുടെ മാറ്റുകൂട്ടം തന്നെയാണ് തൊട്ടടുത്ത അധികാരമായി അസൂയ രാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്ന് ആദ്യത്തെ തിരുക്കുറൾ 161-ാമത്തേതാണ്. ഒഴുക്ക് ആറാ കൊள்ക ഒരുവൻ തൻ അഴുക്കാറ് ഇല്ലാതെ ഇയൽബ്. ഈ അഴുക്കാർ എന്നുള്ള വാക്കിവിടെ ഉപയോഗിക്കുന്ന അസൂയ എന്ന മലയാള പദത്തിന് തമിഴിൽ പറയുന്ന അഴുക്കാറ്. അഴുക്ക് എന്ന് പറയുമ്പോൾ സാധാരണ മലയാളത്തിലും പറയുന്ന അഴുക്ക് വസ്ത്രം, അഴുക്ക് ചാല് എന്ന് പറയുന്ന പോലെ മനസ്സിനെ ദുഷിച്ച രീതിയിൽ കൊണ്ടു ചെല്ലുന്ന ഒരവസ്ഥ അഴുക്ക്. അത് അഴുക്കാറ് എന്ന് തമിഴില് പദം ഇതായിട്ട് പറയുന്നത് അഴുക്കാറ്. ആ അഴുക്ക് എന്ന് പറയുമ്പോൾ അസൂയ, മനസ്സിന്റെ അഴുക്ക് എന്നുള്ളത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇതിൽ തന്നെ 3ാമത്തെ വാക്കാണ് ആദ്യമായിട്ട് ഞാൻ അർത്ഥം പറയാൻ എടുക്കുന്നത്. ഒരുവൻ തൻ, ഒരാളുടെ. ഒഴുക്ക് ആറാ കൊള്ളുക ഒരുവൻ തൻ, ആ പദം ആദ്യം എടുക്കുക. ഒരുവൻ തൻ, ഒരുവന് അഥവാ ആർക്കും. എന്നിട്ട് 2ാമത് നെഞ്ചത്തഴുക്കാറില്ലാതെ. ഒരാള് നെഞ്ചത്ത്, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അഴുക്ക്, അസൂയ ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ.
ഒരുവന് അഴുക്കാറ് അസൂയ എന്ന കളങ്കം കുറ്റം ഇല്ലാതെ തീണ്ടാത്ത ഇയൽബ് തന്മ. എന്നിട്ട് ആദ്യത്തെ വാക്കിലേക്ക് വരികയാണ്. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഒഴുക്ക്, ധർമാനുസാരിയായ ജീവിതത്തിന്, നിത്യജീവിതത്തിന് ഒഴുക്ക് വഴി പോലെ കൊള്ളുക, കൈക്കൊള്ളേണ്ടതാണ് അഥവാ സ്വീകരിക്കേണ്ടതാണ്. അത് മനസ്സിൽ കളങ്കം ഇല്ലാത്ത ഗുണമുള്ള ഒരാള് ദൈനംദിന ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട ഒന്നാണ് അസൂയയില്ലാത്ത ഒരു അവസ്ഥ. ധർമാനുസാരിയായ ശാന്ത ജീവിതം നയിക്കുന്ന ഒരുവൻ തൻ്റെ ഉള്ളിൽ അസൂയ എന്ന ദുർഗുണത്തിന്, കുറ്റത്തിന് യാതൊരു സ്ഥാനവും നൽകാൻ പാടില്ല. കളങ്കമേശാത്ത മനസ്സാവനും അവന്. അത് തന്നെയാണ് യോഗ്യം. അല്ലെങ്കിൽ നല്ല ഒരു ഗൃഹസ്ഥ ആശ്രമം അല്ലെങ്കിൽ നല്ലൊരു സാധാരണ ജീവിതത്തിന്, ശാന്തമായ ഒരു ജീവിതത്തിന് വേണ്ടത് അസൂയ ഇല്ലാത്ത ഒരു ഗുണം. ഒഴുക്കാറാ കൊள்ക ഒരുവൻ തൻ നെഞ്ചത്തഴുക്കാറ് ഇല്ലാതെ ഇയൽബ്. ഒഴുക്കം വിടാത്ത വാൾ ഒരുവന്റെ ഉള്ളിൽ അസൂയ ഇല്ലാതെ ഇരിക്കൽ. ഒന്നുകൂടി, ഒഴുക്കം വിടാത്ത വാൾവ് ഒരുവന്റെ ഉള്ളിൽ അസൂയ ഇല്ലാതെ ഇരിക്കലാണ് ഒഴുക്കം വിടാത്ത വാൾവ്. ജീവിതം, വാൾവ് എന്ന് പറഞ്ഞ ജീവിതം. വാൾവേ മായം എന്നുള്ള പറയുന്ന പോലെ തന്നെ വാൾവ് എന്ന് പറഞ്ഞ ജീവിതം. ഓക്കെ സാർ. അധ്യായം 17 അഴുക്കാറി. വളരെ ലളിതമായി മലയാളത്തിൽ അത് അർത്ഥം പിടികിട്ടുന്നതാണ്. നമ്മൾ അസൂയ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഒരുപക്ഷെ അതൊരു ടെക്നിക്കൽ വേർഡ് പോലെ നിൽക്കുകയാണ്. എന്നാൽ അഴുക്ക് എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി കൃത്യമായി ആർക്കും പിടികിട്ടുന്നു. ആ വാക്കാണ് തമിഴിൽ ഈ അസൂയ എന്ന് പറയുന്ന ഈ കുന്തമേറിന്റെ ഭാഗം. അസൂയ ഒരു തരം കുന്തമേറാണല്ലോ. അങ്ങ് എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുത്തനിട്ട് അസ്ത്രം എയ്ത് പിടിപ്പിക്കലാണ്. അതാണ് ഈ 17ാമത്തെ ചാപ്റ്റർ. മനസ്സിൽ അസൂയയില്ലാത്ത ശീലത്തെ മനുഷ്യൻ തന്റെ ഉയർന്ന സ്വഭാവ ഗുണമായി കാണും. മനസ്സിൽ അസൂയയില്ലാത്ത ശീലത്തെ ഏതൊരാളും അല്ലെങ്കിൽ മാനവഗണം അവന്റെ ഉയർന്ന സ്വഭാവ ഗുണമായി കാണുന്നു. എന്നാൽ ഈ സ്വഭാവം എവിടെയാണ്, എന്ന് മുതലാണ് നമുക്ക് കാണാൻ സാധിക്കുക? പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ തന്നെ ഉള്ള ഒരു സ്ഥിതിവിശേഷമാണിത് എന്ന് പറയേണ്ടി വരും. ബൈബിൾ പഴയ നിയമത്തിലെ സൃഷ്ടി വിവരിക്കുന്ന ഭാഗം ആദിമാതാപിതാക്കളായ ആദം ഹവ്വ എന്ന് പറയുന്ന ആളുകളുടെ മക്കളാണ് കായേനും ആബേലും എന്ന പാരമ്പര്യം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കഥ എപ്രകാരമാണെങ്കിലും അവിടെ നിൽക്കുന്ന സന്ദേശം, കായേൻ ആബേലിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ അസൂയയിൽ നിന്നുള്ള ഒരു തരം പകയാണ് അതിന് ഇടയാക്കുന്നത്. ആബേൽ നൽകിയ ബലി ദൈവത്തിന് സ്വീകാര്യമാവുകയും ആബേലിനോട് കൂടുതൽ വാത്സല്യവും സ്നേഹവും ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവനെ വകവരുത്തുക എന്ന് കായേനിന്റെ മനസ്സിൽ കടന്നുകൂടി. ഇതാണ് അസൂയ. ഈ പ്രതിഭാസം ലോകത്തിൽ ഇന്നും
തുടരുകയാണ്. ആദാമിന്റെ സന്തതികൾ കായേനും ആബേലും അവരൊരു നാൾ ദൈവത്തിനു ബലി നൽകാൻ ഈ അസൂയയിൽ നിന്നും അവിടെ വെറുമൊരു ചതിയോ മറ്റൊന്നും അല്ല നടക്കുന്നത്, ഒരു വലിയ കൊലപാതകം തന്നെയാണ് നടക്കുക. അത്രയ്ക്കും മഹാവില്ലനാണ് അസൂയ. അതുകൊണ്ട് അസൂയ ഇല്ലാത്തവരായിരിക്കുക എന്നുള്ളതാണ് ഒരു മഹാഗുണമായി ഖുറലിന്റെ ഈ ഒന്നാമത്തെ പാദം തന്നെ വിശേഷിപ്പിക്കുക. ഓവർ. ഒഴുക്ക് ആറാക്കൊള്ളുക ഒരുവൻ തൻ അഴുക്കാറ് ഇലത ഇയൽപ്പു. One should reckon his non-jealous nature as a high trait of his character. സാർ ഒരു ഡൗട്ട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ തമിഴില് പഠിച്ച ആളാണ്. അപ്പൊ എനിക്ക് തിരുക്കുറൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനിത് ഒരുവൻ തൻ അഴുക്കാറ് ഇല്ലാതെ ഇയൽബു എന്ന് പറഞ്ഞപ്പം ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഒരുവൻ തൻ നെഞ്ചത്ത് അഴുക്കാറ് ഇല്ലാതെ ഇയൽബുനാണ് ഉള്ളത്. അപ്പം ഏതാ ശരിന്നൊരു ഡൗട്ട് വന്നേ. ശരി, എന്നിട്ട് ഒഴുക്ക് ആറാക്കൊള്ളുക ഒരുവൻ തൻ നെഞ്ചത്ത് തന്നെയാണ്. നെഞ്ചത്ത് വിട്ടുപോയി. തൻ നെഞ്ചത്തിനാണ് ഉള്ളത്. നെഞ്ചത്താണുള്ളത്. അതോ ശരി. ആ വാക്ക് ഇവിടെ വന്നില്ല, അത് ടൈപ്പ് ചെയ്തപ്പോ വിട്ടുപോയി. ആറാക്കൊള്ളുക ഒരുവൻ തൻ നെഞ്ചത്ത്. നെഞ്ചത്തിന് വേണ്ടതാണ്. നെഞ്ചത്ത് അഴുക്കാറ് ഇല്ലാതെ ഇയൽബുനാണ് ഉള്ളത്. നെഞ്ചത്ത് അവിടെ. ഓക്കെ. Number 2, 162. താങ്ക് യു മാഡം. ഓക്കെ സാർ, ഞാന് തമിഴില് കുറെ ഇഷ്ടമാണ് തിരുക്കുറല്. അപ്പൊ പക്ഷെ ഞാൻ ഇത് അറിയില്ല, കുറെ വർഷം മുന്നേ പഠിച്ചതാണ്. അപ്പൊ ഞാൻ ഒന്ന് നോക്കിയത് അത് തമിഴില് എന്താ. എന്റെ മുമ്പ് ബുക്ക് ഉണ്ട്, രണ്ടിലും ഉണ്ട്, തമിഴിലും മലയാളത്തിലും എല്ലാം നെഞ്ചത്തുണ്ട്. എനിക്ക് ടൈപ്പ് ചെയ്തപ്പം റിപ്പീറ്റ് ആയിപ്പോയി. എത്രയുള്ളൂ അഴുക്കാർ രണ്ടു തവണ വന്നു. അതാണ്. താങ്ക് യു സാർ. 162 ഖുറൽ. ഇവിടെയും നേരത്തെ ഉള്ള പറഞ്ഞ ഒഴുക്ക് അഴുക്ക് ആ ഒരു പ്രാസം ഉപമ വരുന്നുണ്ട്, കറക്റ്റായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതാണ് വള്ളുവരുടെ ഇത് വരുന്നത്. ആദ്യത്തെ വാക്കിൽ ഒഴുക്ക് ആറ, രണ്ടാമത്തേല് അഴുക്ക് 6 എന്നുള്ളതല്ല. അടുത്ത പിഴുപ്പേറ്റിൻ അത് ഒപ്പത് ഇല്ലൈ യാർ മാട്ടും അഴുക്കാറ്റിൻ അന്മൈ പെറിൻ. വിഴുപ്പേറ്റിൻ അകത ഒപ്പ ഇല്ലൈ യാർ മാട്ടും അഴുക്കാറ്റിൻ അന്മൈ പെറിൻ. ഇവിടെ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കുകയാണ്. യാർ മാട്ടും, ഒരാളോട് പോലും. യാർ മാട്ടും ആരോടും എന്നുള്ളതല്ല, ഒരാളോട് പോലും, ശത്രുക്കളായവരോട് പോലും. അഴുക്കാറ്റിൻ അസൂയ ഇല്ലാമയിൽ നിന്ന്. അന്മൈ അവസാനത്തെ രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക്. അന്മൈ വ്യതിചലിക്കാത്ത അവസ്ഥ, മാറിപ്പോകാത്തൊരവസ്ഥ. പെറിൻ ഒരുവനും ഉണ്ടാകുമെങ്കിൽ, അതായത് ഒരാളോട് പോലും, ശത്രുക്കളായവരോട് പോലും അസൂയ ഇല്ലാമയിൽ നിന്ന് വ്യതിചലിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെങ്കിൽ. എന്നിട്ട് ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് വിഴുപ്പേറ്റിൻ അന്യന്മാർക്ക് കൈവരുന്ന വരദാനങ്ങൾ വെച്ച് അകത് ആ സദ്ഗുണം ഒപ്പത് ഇല്ലൈ ഒപ്പം നിൽക്കുന്നതല്ല, ഏറെ മികച്ചു നിൽക്കും. മറ്റ് സദ്ഗുണങ്ങളെക്കാളും മുൻപിൽ നിൽക്കുന്നതാണ് ഈ അസൂയ ഇല്ലാതിരിക്കുന്ന ഒരു ഗുണം. ഒരാളോട് പോലും, അതായത് ശത്രുക്കളോട് പോലും അസൂയ ഇല്ലാതിരിക്കുക ആ സദ്ഗുണമാകട്ടെ അന്യർക്ക് കൈവരുന്ന എല്ലാ ഭാഗ്യങ്ങളിലും വെച്ച് ഏറെ മികച്ചു നിൽക്കുന്ന മഹത്തായ വരലബ്ധിയാകുന്നു. എല്ലും അസൂയ ഇല്ല ആരോടുമെങ്കിലും അത് തന്നെ മികവാർന്ന വരലാഭം. മലയാളത്തില് തെല്ലും അസൂയ ഇല്ല ആരോടും എങ്കിലും
അത് തന്നെ മികവാർന്ന വരലാഭം. അപ്പൊ അസൂയ ഇല്ലാതെ ഇരിക്കുക എന്നാണ് എല്ലാ സദ്ഗുണങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന സദ്ഗുണം. ഓക്കെ. 162 തെല്ലും അസൂയ ഇല്ല ആരോടുമെങ്കിൽ അതുതന്നെ മികവാർന്ന വര ലാഭം. അല്പം പോലും അസൂയ ആരോടുമില്ലെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും മികവാർന്ന ഗുണം. പലപ്പോഴും ഈ ഒരു അവസ്ഥ മനുഷ്യരിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ സന്ദേഹിക്കും, അല്പം പോലും അസൂയയില്ലാതെ. എന്നാൽ എല്ലാവരും ഈ അടുത്ത കാലത്ത് വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പിൽ വളരെ വൈറലായി വന്ന ഒരു സംഭവം ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. ഈ ഒളിമ്പിക്സ് അല്ല, മറ്റേതോ ഒരു ഒളിമ്പിക്സോ അതുപോലെയുള്ള അന്താരാഷ്ട്ര മത്സരമാണ്. അതിലെ ഹൈ ജമ്പ് മത്സരത്തിൽ നിങ്ങളും കണ്ടിട്ടുള്ളവരുണ്ടാകും. അത് ഹൈ ജമ്പ് മത്സരത്തിൽ പല അറ്റംപ്റ്റ് നടത്തി ഒരാൾ വിജയിക്കുമ്പോൾ അയാളെ പോലെ തന്നെ വിജയിയാകുന്ന മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ചാടാൻ സാധിക്കാത്ത വണ്ണം അദ്ദേഹത്തിന്റെ ഈ മസില് പെട്ടെന്ന് കാലിൽ കയറിയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് മുഴുവൻ പ്രാവശ്യവും കളി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന്റെ പേരിൽ വിജയിക്കുന്ന ആള് ഈ പറയുന്ന ജൂറിയോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് കൂടിയായി ഈ ട്രോഫി പങ്കിടുന്നതിൽ വിരോധമുണ്ടോ? എനിക്ക് യാതൊരു വിരോധവുമില്ല, ഒന്നാം സ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടെ പങ്കാളിയാക്കുക. അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തില് റിലേയിൽ ബാറ്റൻ അവസാനം താഴെ പോയി തന്റെ കൂടെ തന്നെ ഓടുന്നയാൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് ആളിന് ഓടിയെത്താൻ പറ്റാതെ വന്നപ്പോൾ വളരെ സുഗമമായി വിജയിക്കാമായിരുന്ന ആള് അതെടുക്കാൻ അവരെ അനുവദിക്കുന്നതും മറ്റൊരു മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ പെരുമാറണമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അസൂയയില്ലാത്ത ഒരു വലിയ മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഞാൻ ഈ സ്പോർട്സ് എടുത്ത് പറയാൻ കാര്യം, സ്പോർട്സിലൊക്കെ വലിയ വാശിയുണ്ട്. ഈ വർഷം നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വളരെ വളരെ മൈക്രോ സെക്കൻഡിൽ ഒന്നാം സ്ഥാനം പങ്കിടേണ്ടി വന്നു. കേസായി മാറി. വിട്ടുവീഴ്ചയ്ക്കൊന്നും പലരും തയ്യാറല്ല. ഇവിടെയാണ് നമ്മൾ ഈ കുറല് നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് അല്പം പോലും മനസ്സിൽ അസൂയയില്ലെങ്കിൽ അതിന്റെ കാര്യമാണ് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ മികവാർന്ന ഗുണം. അങ്ങനെയുള്ള ആളുകളെ ലോകം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരിക്കും, യാതൊരു തർക്കവുമില്ല എന്ന് ഇവിടെ ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുന്നു. ഓവർ. വിഴുപ്പേറ്റിൻ അത് ഒപ്പത് ഇല്ലയും യാമാർത്തും അഴുക്കാറ്റിൻ അൻപേ പെറിൻ. If jealousy is not felt of anyone, there is no equal greatness. 163. അടുത്തത് തിരുവള്ളി പറയുന്നുണ്ട്, ആർക്കാണ് ഈ അസൂയ ഉണ്ടാകുന്നത്? അദ്ദേഹം എങ്ങനെ ഉള്ള ആളായിരിക്കും എന്നാണ് പറയുന്നത്. അറൻ ആക്കം വേണ്ടാതാൻ என்பான் പിറനാക്കം പേണാത് അഴുക്കറുപ്പാൻ. അത് സ്വയമേ തനിക്ക് ധർമ്മവും ഐശ്വര്യം വേണ്ട എന്നുള്ള
സ്വഭാവമുള്ളവരാണ് മറ്റവരുടെ അഭിവൃദ്ധിയിൽ ഉന്നതിയിൽ അസൂയ കൊള്ളുന്നത്. അറൻ പരലോക ജീവിതത്തിന് ധർമ്മവും ആക്കം ഇഹലോക ജീവിതത്തിന് ധനധാന്യാദി സൗഭാഗ്യങ്ങളും വേണ്ടാതാ എൻപാൻ തനിക്ക് വേണ്ടതില്ല എന്ന് കരുതുന്നവൻ മാത്രമേ പിറനാക്കം അന്യന്റെ ആക്കം സമ്പത്തിനെ പേണത് കാണെ സന്തോഷിക്കാതെ പേണതെന്ന് സാറിനെ സന്തോഷിക്കുന്നതാണ്. ഇതിന് അവനെ കാണുമ്പോൾ തന്നെ ഇവന് അസൂയ വളർന്നു വരികയാണ്. അഴുക്കറുപ്പാൻ അസൂയപ്പെടുകയുള്ളൂ. അഴുക്ക് അറുപ്പാൻ അസൂയപ്പെടുക എന്നുള്ള ആള്. തനിക്ക് പരലോക ജീവിതത്തിന് മുതൽക്കൂട്ടാവുന്ന ധർമ്മവും ഇഹലോക ജീവിതത്തിന് കൈമുതലാവുന്ന ധനധാന്യാദി സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് കരുതുന്നവൻ മാത്രമേ അന്യർക്കുണ്ടാകുന്ന ഉത്കർഷങ്ങളെ കണ്ട് ഉള്ളഴിഞ്ഞ് സന്തോഷിക്കുന്നതിന് പകരം അടക്കാനാവാത്ത അസൂയ പൂണ്ട് നിരന്തരം പൊറുതിമുട്ടുകയുള്ളൂ. അന്യന്റെ വളർച്ചയും ഭാഗ്യവുമെല്ലാം തൻ്റെതായി കരുതി സന്തോഷിക്കുവാനുള്ള മഹാമനസ്കത ഇല്ലാത്തവന് പരലോകത്തിൽ പോലും സ്വാസ്ഥ്യം കിട്ടുകയില്ല. ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ ഓരോ നിമിഷവും അകസ്നത കൊണ്ട് പൊറുതിമുട്ടി അയാൾ ഒരുതരം നരകയാതന തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു. അറനാക്കം വേണ്ടാതാൻ എന്മാൻ പിറനാക്കം പേണാത് അഴുക്കറുപ്പാൻ ധർമ്മ സൗഭാഗ്യ നിഷേധി താൻ അന്യന്റെ നന്മയിൽ അസൂയ കൊള്ളുന്നോൻ. 163 ധർമ്മ സൗഭാഗ്യ നിഷേധി താൻ അന്യന്റെ നന്മയിൽ അസൂയ കൊള്ളുന്നോൻ. ധർമ്മവും നീതിയും ഉള്ളിൽ ഇല്ലാത്തവൻ, ഹൃദയത്തിൽ മനസ്സിൽ ഇല്ലാത്തവൻ അന്യന്റെ നന്മയിൽ അസൂയ കൊള്ളുന്നവനായിരിക്കും. ഇത് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ മേഖലയിലും ഈ അസൂയയുടെ അംശം കാണുവാൻ സാധിക്കും. അസൂയക്കെതിരെ പ്രസംഗിക്കുന്നവരും അല്ലെങ്കിൽ അത്തരത്തിൽ നിവർത്തിക്കുന്നവരെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും ചിലപ്പോൾ നമ്മൾ അസൂയ കണ്ടെന്ന് വന്നേക്കും. എന്നാൽ അതെന്തുകൊണ്ടാണ്? അധികാരത്തിനു വേണ്ടി പലപ്പോഴും, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഒക്കെ ഇത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതലായി ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ വിഭാഗത്തെ കുറ്റം പറയുന്നതല്ല, എങ്കിൽ കൂടെയും രാഷ്ട്രീയത്തിലും മറ്റും കൂടുതലായി ഇത് നിരീക്ഷിച്ചാൽ കണ്ടേക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെയാണല്ലോ അധികാരം കൂടുതൽ കൈയാളുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്രമാത്രം പിളരുന്നതും പെരുകുന്നതും ഒക്കെ അതുകൊണ്ടാണോ എന്നും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കുതികാൽ വെട്ടും ചാക്കിട്ടുപിടുത്തവും ഒക്കെ കുതിരക്കച്ചവടവും എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തരാതരം പോലെ പിളരുകയും റിസോർട്ട് രാഷ്ട്രീയവുമൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവന്റെ വളർച്ചയിൽ ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള, കണ്ട് നന്മയടയാനായിട്ടുള്ള ഒരു വലിയ മനസ്സിന്റെ അഭാവമാണെന്ന് തോന്നിപ്പോകുന്നു. ഇതാണ് ഈ ഖുറൽ നമ്മുടെ മനസ്സിലേക്ക് തരുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഓവർ. അറൻ ആക്കം വേണ്ടാതാൻ என்பான் பிறனாக்கம் பேணாது அழுக்கறுப்பான். One jealous of another's prosperity is the one who does not prefer
goodness and prosperity. 160. 164. அழுக்காற்றின் அல்லவை செய்யார் இழுக்காற்றின் ஏதம் படுவாக்கு அறிந்து. അഴുക്കാറ്റിൻ അല്ലവൈ ചെയ്യാർ. അഴുക്കാറ്റിൻ ഇഴുക്കാറ്റിൻ ആ പ്രാസമാണ് ഉപമ നോക്കുക. അഴുക്കാറ്റിൻ അല്ലവൈ ചെയ്യാർ ഇഴുക്കാറ്റിൻ ഏതം പടുവാക്ക് അറിന്ത്. തനിക്ക് ധർമ്മവും ഐശ്വര്യവും അസൂയാൽ ഉണ്ടാകുന്ന തിന്മയുടെ ഫലം അറിയുന്നവർ അസൂയാൽ അധർമ്മം ചെയ്യുകയില്ല. അതായത് അസൂയ കൊണ്ട് എന്തൊക്കെയാണ് തിന്മകൾ ഉണ്ടാവോ എന്നുള്ള ഉത്തമ ബോധമുള്ളവർ ആ വഴിയിലേക്ക് നീങ്ങത്തില്ല. അഴുക്കാറ്റിൻ നല്ലവരായ വിഞ്ഞന്മാർ അസൂയ കാരണം അല്ലവൈ ധർമ്മമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇഴുക്കാറ്റിൻ ആ തിന്മയുടെ ശീലത്താൽ ഏതം ദുഃഖം പടുവാക്ക് തനിക്ക് ഇഹത്തിലും പരത്തിലും വരുമെന്ന് അറിയുന്നത് മൂലം. നല്ലവര ആത്മാക്കൾ അസൂയ കാരണം ധർമ്മമല്ലാത്ത പ്രവർത്തികൾ ചെയ്യുകയില്ല. കാരണം ആ തിന്മയുടെ ശീലത്താൽ ദുഃഖം തനിക്ക് ഇഹത്തിലും പരത്തിലും വരുമെന്ന് അറിയുന്നത് മൂലം. അസൂയയുടെ പിഴച്ച മാർഗം തങ്ങളെ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ എന്ന് അറിയുന്ന നല്ലവർ ധർമ്മമല്ലാത്ത യാതൊന്നും ചെയ്യുകയില്ല. വിദ്യ, സമ്പത്ത്, ഐശ്വര്യം തുടങ്ങിയ ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന അന്യരുടെ പേരിൽ അസൂയ പുലർത്തുന്നതും അവർക്കെതിരെ തിന്മകൾ ചെയ്യുന്നതും അവരെ നിന്ദിക്കുന്നതും പഴി പറയുന്നതുമെല്ലാം അവനവന്റെ നാശത്തിനെ ഉതവൂ. അതിനാൽ അതൊക്കെ അധാർമികമാണ്. അഴുക്കാറ്റിൻ അല്ലവൈ ചെയ്യാർ ഇഴുക്കാറ്റിൻ ഏതം പടുപ്പാക്കറിന്ത്. നിത്യ ദുരിതം താൻ അസൂയതൻ ഫലമെന്ന് അറിയുന്നവൻ തെറ്റുകൾ ചെയ്വീല നല്ലോർ. നിത്യ ദുരിതം താൻ അസൂയതൻ ഫലമെന്ന് തെറ്റുകൾ ചെയ്വീല നല്ലോർ. 164. അസൂയ പ്രവർത്തിച്ചാൽ നിത്യ ദുരിതം വന്നു ചേരുമെന്ന് നല്ല മനുഷ്യർ കരുതുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ, ആ ഒരു കെണിയിൽ പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത്. മലയാളത്തിൽ വളരെ വ്യാപകമായി പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രവർത്തിച്ച് ഒരു ചെറിയ നേട്ടം ലഭിച്ചാൽ നാളെ അതിനേക്കാൾ അധികമായി അത് മറുവഴിയെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ യാതൊരു കാരണവശാലും അസൂയാലുവാകുകയില്ല എന്ന് ധർമ്മിഷ്ഠനായ നല്ലവരായ മനുഷ്യർ വിചാരിക്കുന്നു എന്നാണ് ഖുർആൻ 164 നമ്മെ പഠിപ്പിക്കുക. താങ്ക് യു. അഴുക്കാറ്റിൽ അല്ലവൈ ചെയ്യാർ എഴുക്കാറ്റിൽ ഏതം പടുപ്പാക്ക്. Those aware of the effect of evil caused by jealousy may not be evil out of jealousy. 165. 165 കവി ഇവിടെ പറയുന്നത്, നമുക്ക് വേറെ ആളുടെ പക അല്ലെങ്കിൽ ശത്രുത ഒന്നും വേണ്ട. അങ്ങനത്തെ ശത്രുക്കളുടെ പ്രവർത്തി കൊണ്ട് തന്നെ നമുക്ക് തിന്മ ഉണ്ടാവണമെന്നില്ല. ഈ അസൂയ എന്നുള്ള ഒറ്റ ഒരു ഗുണം അല്ലെങ്കിൽ ആ അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ
ശത്രു അല്ലെങ്കിൽ ശത്രുക്കളായിട്ടുള്ള രൂപം എന്നാണ് കവി പറയുന്നത്. അഴുക്കാർ ഉടയാർ അത് ചാലും ഒന്നാർ വഴിക്കും കേടിൻ പത്. അഴുക്കാട് ഉടയാർക്ക് അത് ചാലും ഒന്നാർ വഴിക്കും കേടിൻ പത്. பொறாமை உடையவர்க்கு வேறு பகை வேண்டா, அது ஒன்றே போதும். பகைவர் தீங்கு செய்ய தவறினாலும் தவறாமல் കേട്ട് തരുவது അത്. തമിഴ് പറയുന്നുണ്ട്. അഴുക്കാറ് അസൂയ, ഒന്നാർ ശത്രുക്കളെ, വഴിക്കും ഒഴിവാക്കിയാൽ പോലും, കേട് ഈൻപത് കൊണ്ടുവരുന്നത് നാശത്തെ തരുന്നതാകുന്നു. അതിനാൽ ഉടയോർക്ക് അത്തരം അസൂയ ഉള്ളവർക്ക് മറ്റു ശത്രുക്കൾ വേണമെന്നില്ല. അതുവേ തൻ്റെ ഉള്ളിലുള്ള അസൂയ തന്നെ ചാലും ധാരാളം മതിയാവും. ശത്രുക്കളെ ഇല്ലാത്ത ഒരാൾക്ക് നാശമില്ല എന്ന് വയ്ക്കാം. എന്നാൽ അസൂയ മുഴുത്ത ഒരു മനസ്സുണ്ടായാൽ മതി, 1000 ശത്രുക്കളുടെ ഫലം അതുമൂലം ഉണ്ടായിക്കൊള്ളും. നാശം വളരെ വേഗത്തിലും വന്നു ഭവിക്കും. ഉള്ളിൽ അസൂയ പെരുത്തോർക്ക് ശത്രുക്കളില്ലെങ്കിലും സ്വയം നാശം. ഉള്ളിൽ അസൂയ പെരുത്തോർക്ക് ശത്രുക്കൾ ഇല്ലെങ്കിലും സ്വയം നാശം വന്നു ഭവിക്കും. 165. ഉള്ളിൽ അസൂയ പെരുത്തോർക്ക് ശത്രുക്കൾ ഇല്ലെങ്കിലും സ്വയം നാശം. 165 ഖുറൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ ഇങ്ങനെ ഒരു ചൊല്ലും നാം കേട്ടിട്ടുണ്ടല്ലോ: താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നാശം ഉറപ്പ്. ആശാന് കൊടുത്തില്ലെങ്കിൽ അത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്നല്ലേ പ്രമാണം. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അത് നമ്മുടെ മേൽ തിരിഞ്ഞു കുത്തും എന്നുള്ളത് ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ സർ ഐസക് ന്യൂട്ടൻ നമ്മെ പഠിപ്പിച്ചു, ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഏത് ഒരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട്. ഇതാണ് ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കാം. ഓവർ. അഴുക്കാറ് ഉടയാർക്ക് അതും ചാലും ഒന്നാർ വഴിക്കും കേട് ഈൻപത്. To a jealous person, that nature itself is sufficient for destruction, through he has no enemies. അടുത്തത്, കൊടുപ്പത് അഴുക്കറുപ്പാൻ ചുറ്റും ഉടുപ്പതും ഉൺപതും ഇன்றി കെടും. ദാനം ചെയ്യുന്ന നല്ല മനസ്സുള്ള ഒരാള് അത് ചെയ്യുന്നത് കണ്ടിട്ട് അസൂയ കൊണ്ട് വീർപ്പ് മുട്ടുന്നതിൻ്റെ ചുറ്റും ബന്ധുക്കൾക്ക് പോലും അതിൻ്റെ ഭവിഷ്യത്ത് വന്നു ഭവിക്കും. എങ്ങനെയെങ്കിൽ, കൊടുപ്പത് ദാനം ചെയ്യുന്നത് കണ്ടിട്ട് അഴുക്കറുപ്പൻ അസൂയ കൊണ്ട് വീർപ്പ് മുട്ടുന്നവന്റെ ചുറ്റം ബന്ധുക്കൾ കൂടിയും, ഉടുപ്പതും ഉടുക്കാനും ഉൺപതും ഉണ്ണാനും ഇன்றി ഇല്ലാതെ കെടും, നശിച്ചു പോകും. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സൽപ്രവൃത്തിയെ കണ്ട് അസൂയ കൊള്ളുന്നവന്റെ അവൻ മാത്രമല്ല, അവന്റെ ചുറ്റും അവന്റെ ബന്ധുമിത്രാദികൾക്ക് പോലും ഉണ്ണാനും ഉടുക്കാനും ഉള്ള സൗഭാഗ്യം ഇല്ലാതെ ഒരവസ്ഥ ഉണ്ടാകും. അവർ അത് നശിച്ചു പോകും. ഉദാരനും ധർമ്മിഷ്ഠനും സമ്പന്നനും ഒക്കെയായ ഒരുവൻ അർഹനും നിസ്വനുമായ മറ്റൊരാൾക്ക് മനസ്സറിഞ്ഞ് നൽകുന്ന ദാനം കണ്ടിട്ട് അസൂയപ്പെടുന്നവന്റെ പൊറുതി കേടുന്ന കാരണം അവൻ മാത്രമല്ല നശിക്കുന്നത്, അവന്റെ ബന്ധുജനങ്ങൾ കൂടി ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ നശിച്ചു പോകും.
തനിക്കോ കൊടുക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ അധർമ്മിഷ്ഠമായ മനസ്സ് അതിന് സമ്മതിക്കുന്നുമില്ല. ഇതിനിടെ അർഹനായ ഒരു നിസ്വന് ഉദാരനായ ഒരു ധർമ്മിഷ്ഠൻ ദാനം ചെയ്യുന്നത് കാണുന്നതിലുള്ള അസഹിഷ്ണുതയും ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു പാപകർമ്മം മറ്റെന്തുണ്ട് എന്ന് കവി നമ്മളോട് ചോദിക്കുന്നു. കൊടുപ്പത് അഴുക്കറുപ്പാൻ ചുറ്റം ഉടുപ്പതും മുൻപതും ഇன்றി കെടും. ദാനത്തിൽ അസഹിഷ്ണുവിന്റെ ബന്ധുക്കളും ഊണും ഉടുപ്പും പറ്റേ നശിക്കും. 166 ദാനത്തിൽ അസഹിഷ്ണുവിന്റെ ബന്ധുക്കളും ഊണ് ഉടുപ്പറ്റേ നശിക്കും. ഒരുവന്റെ ദാനധർമ്മം കണ്ടിട്ട്, അത് ഒരുപക്ഷെ സമ്പന്നനായിരിക്കാം, ആ സമ്പന്നന്റെ ദാനധർമ്മം കണ്ടിട്ട് മറ്റൊരാൾക്ക് അസൂയ തോന്നിയാൽ അങ്ങനെ തോന്നുന്നവൻ നശിച്ചു പോകും എന്ന് വളരെ രൂക്ഷമായ ഒരു വാക്കാണ് ഈ ഖുറൽ പ്രഖ്യാപിക്കുക. നശിച്ചു പോകും എന്ന് മാത്രമല്ല, അവന്റെ ഭാര്യയും കുട്ടികളും വിശപ്പും വസ്ത്രവും ഇല്ലാതെ നരകിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഈ കാലയളവിൽ വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉണ്ട്. എന്നാൽ ചില ആളുകളെ കുറിച്ച് പലരും അപവാദങ്ങൾ പറയുകയും അവരെ ഇകഴ്ത്തുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ഖുറൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരം ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാകും. ഒരിക്കൽ ഒരു ക്ലാസ്സിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്ത ഒരാളിനെ കുറിച്ച് വളരെ കണ്ണിച്ചോരയില്ലാതെ, അത് മറ്റു പല നാണയങ്ങളോ വസ്തുക്കളോ ഒന്നും കൊടുക്കുന്നതല്ല, സ്വന്തം ശരീരത്തിലെ ഉറക്ക ദാനം ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് വളരെ ക്രൂരമായ ഒരു പ്രയോഗം നടത്തി. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന് ഈ ഖുറൽ വായിച്ചപ്പോൾ, കേട്ടപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൂടി ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. ഓവർ. കൊടുപ്പത് അഴുക്കറുപ്പാൻ ചുറ്റും ഉടുപ്പതും ഉൺപതും ഇன்றി കെടും. If one gets jealous seeing charity, he will get ruin along with wife and children, starving and unclad. 167. அவ்வித்து அழுக்காறு உடையானை செய்யவள் തൗവയെ കാട്ടിവിടും. അതായത് എല്ലാ ഐശ്വര്യവും തരുന്ന ലക്ഷ്മി ദേവി, അതാണ് ഇവിടെ ചെയ്യവൾ എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ വാക്കെടുക്കുന്നത് ചെയ്യവൾ എന്നുള്ള വാക്കെടുക്കുക. അഴുക്കാറ് ഉടയാനൈ, അസൂയ ഉള്ള ഒരുത്തനെ ചെയ്യവൾ, ലക്ഷ്മി ദേവി ആയ എല്ലാ ഐശ്വര്യങ്ങളുടെയും ദേവത. എന്നിട്ട് ആദ്യത്തെ വാക്ക് വരികയാണ് അവ്വിത്ത്. തനിക്ക് പോലും അവന്റെ പ്രവൃത്തി സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ലക്ഷ്മി ദേവിയുടെ ചേച്ചിയായ, ലക്ഷ്മി ദേവി ശ്രീദേവി എന്ന് നമ്മൾ പറയാറുണ്ട്, ശ്രീദേവിക്ക് എതിരായിട്ടുള്ളതാണ് മൂദേവി എന്ന് പറയുന്നത്. ആ ചേച്ചിയുടെ അടുത്തേക്ക് വിട്ടേക്കും എന്നാണ് പറയുന്നത്. അഴുക്കാറ് ഉടയാനെ, അസൂയ ഉള്ളവനെ ചെയ്യവൾ,
ശ്രീദേവി അവ്വിത് തവോയെ കാട്ടിവിടും. അവന്റെ ആ പ്രവർത്തിയോ അവന്റെ ആ ഗുണത്തിനെയോ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവളുടെ ചേച്ചിയെ തവോയെ കാട്ടിവിടും, മൂദേവിയുടെ അടുത്തേക്ക് വിട്ടേക്കും. വളരെ, അതായത് അവന് ഒരു ഐശ്വര്യം കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അഴുക്കാർ ഉടയാനെ അന്യന്റെ അഭ്യുന്നതിയിൽ സഹിക്കെട്ട് അസൂയപ്പെടുന്നവനെ ചെയ്യവൾ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ശ്രീദേവി അവ്വിത്ത് താനും സഹിക്കെട്ട് തവ്വയെ തൻ്റെ ജ്യേഷ്ഠത്തിയെ മൂദേവിയെ കാട്ടി ഏൽപ്പിച്ചിട്ട് വിടും, താൻ വിട്ടൊഴിയും. അന്യരുടെ അഭ്യുന്നതി പൊറുക്കാത്തവനെ അസൂയലാലുവിനെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി താനും അഗസ്നുവായി തൻ്റെ ജ്യേഷ്ഠത്തിയെ മൂദേവിയെ ഏൽപ്പിച്ചിട്ട് വിട്ടൊഴിയുന്നു. അസൂയ ആലുവിന് ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവുന്നില്ല, നാൾക്ക് നാശമേ വരൂ. മൂദേവിയാണല്ലോ കൂടെ, ഫലമോ നിത്യമായ ദാരിദ്ര്യവും. അവ്വിത്ത് അഴുക്കാറ് ഉടയാനെ ചെയ്യവൾ തവ്വയെ കാട്ടിവിടും. അന്യഭാഗ്യത്തിൽ അസൂയ അല്ലുവെ ഒക്കെ കൈവിടുന്നു സ്ത്രീ ജ്യേഷ്ഠയെ കാട്ടി. സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രീദേവി എന്നുള്ള ഇതിലാണ്. ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠത്തി, ചേച്ചി എന്നുള്ള അർത്ഥത്തിൽ വരും. അന്യഭാഗ്യത്തിൽ അസൂയാലുവെ കൈവിടുന്നു ശ്രീ ജ്യേഷ്ഠയെ കാട്ടി. വളരെ ശക്തമായ ഒരു പ്രയോഗമാണ് ഈ വിഷയത്തിന് വേണ്ടി ഇവിടെ കവി പ്രയോഗിക്കുന്നത്. അസൂയാലുക്കളെ സമ്പത്തിന്റെ ദേവത ലക്ഷ്മി ദേവി കൈവിടും. പകരം അവളുടെ മൂത്ത സഹോദരി മൂദേവി പകരം അത്തരക്കാരുടെ അരങ്ങിൽ എത്തും. ചുരുക്കി പറഞ്ഞാൽ ദൈവാനുഗ്രഹം കുറയും, ദൈവത്തിന്റെ സംരക്ഷണം കൂടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ സാരം. അല്പം കൂടി നമുക്കതിനെ വിശദീകരിച്ചാൽ, പിടിച്ചു പറിച്ചതും പറ്റിച്ചതും ചതിയിലൂടെ നേടിയതും മറ്റുള്ളവനെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തി ആഹ്ലാദിച്ചതും ഇതൊന്നും നിലനിൽക്കുകയില്ല. കാലം അതിനെല്ലാം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ഓവർ. അവ്വിത്ത് അഴുക്കാർ ഉടയാനെ ചെയ്യവൾ തവയെ കാട്ടിവിടും. Irritated goddess of wealth, Lakshmi will hand over the Cereus to her elder sister Mudevi, goddess of disaster. അഴുക്കാറ് എന്ന ഒരു പാവി തിരിച്ചെറ്റ് തീ ഉഴി ഉയർത്തുവിടും. അഴുക്കാറ് എന്ന ഒരു പാവി തിരിച്ചെറ്റ് തീ ഉഴി ഉയർത്തുവിടും. അഴുക്കാറ് എന്ന അസൂയ എന്ന ഒരു പാവി, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത മഹാപാവി, അത് ഈ അസൂയയെ കൊണ്ടു നടക്കുന്നവന്റെ തിരിച്ചെറ്റ്, തിരു പറയുമ്പം ധനം ഐശ്വര്യം അതൊക്കെയാണ് തിരു എന്നുള്ള അതിൽ വരുന്നത്. തിരിച്ചെറ്റ് ഇഹലോകത്തിലെ ഐശ്വര്യം കെടുത്തി അവനെ തീ ഉഴി ഉയർത്തിവിടും, പരലോകത്തിൽ നരകത്തിൽ തള്ളിയിടും. അസൂയ എന്ന മറ്റൊന്നോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത മഹാഭാവി, അസൂയയെ കൊണ്ടു നടക്കുന്നവന്റെ ഇഹലോകത്തിലെ ഐശ്വര്യം കെടുത്തി അവനെ പരലോകത്തിൽ നരകത്തിൽ തള്ളിയിടും. മഹാഭാവിയെ അസൂയ തന്നെ താലോലിച്ചു കൊണ്ടു നടക്കുന്നവന്റെ
സകല ഐശ്വര്യങ്ങളെയും നശിപ്പിക്കുകയും അവനെ നരകത്തിൽ തള്ളിവിടുകയും ചെയ്യുന്നു. ഇഹലോകവാസത്തിന് ഐശ്വര്യലബ്ധികൾ ആവശ്യമാണല്ലോ. അസൂയ കാരണം അതൊന്നും ഇല്ലാതെ പോകുന്നു. ഇഹലോകവാസം അങ്ങനെ നരകതുല്യമാവുന്നു. പരലോകത്തിലാവട്ടെ ഈ അസൂയ നരകമാണ് കാട്ടിത്തരുന്നത്. അങ്ങനെ അസൂയാലുവിന് ഈ ലോകത്തിലും പരലോകത്തിലും ഗതിയില്ലെന്നും വന്നു. അഴുക്കാർ എന്ന ഒരു പാവി, അത് അഴുക്കാർ അസൂയ എന്ന മഹാപാപി എന്നതാണ്, തിരിച്ചെറ്റ് തീയൊഴി ഉയർത്തിവിടും. ആ പാപിയോട് കൂട്ടുകൂടുകയാണെങ്കിൽ അയാൾ നമ്മളെ ഈ ലോകത്തിലും പരലോകത്തിലും തിന്മയിലേക്ക് കൊണ്ട് ചാടിക്കും എന്ന് പറയും. 168 മംഗളമൊക്കെയും പോക്കി അസൂയയാം മഹാപാപി നരകത്തിൽ ആഴ്ത്തും. അസൂയക്കാരനായ മഹാപാപി അവന്റെ നടപ്പ് അല്ലെങ്കിൽ സഞ്ചാരം വൃത്തികെട്ട ട്രാക്കിലൂടെയാണ്. അത് അവന്റെ യശസ്സോ സമ്പത്തോ ഒക്കെ നശിപ്പിക്കുന്നതാകും. അസൂയ മൂലമുള്ള നാശം ഒരു വസ്തു എറിഞ്ഞുടച്ച് കളയുന്നതിന് സമാനമാണ്. വലിയ മംഗളകർമ്മത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോരുമ്പോൾ പറയുന്ന കമന്റ് ചിലരുടേത് ഇതിന് സമാനമാണ്. സദ്യക്ക് പഴത്തിന് ഉപ്പില്ലായിരുന്നു, ഇല്ലെങ്കിൽ അവിടെ ഒന്നും തികഞ്ഞില്ല, ഒന്നും കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ആവശ്യത്തിന് വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നതും ഈ അസൂയയുടെ ഒരു തരം വകഭേദമാണ്. ഇത് വലിയ അപകടം പിടിച്ച ഒന്നാണ്, ശരിയല്ലാത്ത ഒന്നാണ്, ട്രാക്ക് മാറിയുള്ള സഞ്ചാരമാണ് എന്നൊക്കെയാണ് ഇവിടെ തിരുക്കുറൽ നമ്മെ പഠിപ്പിക്കുക. ഓവർ. അഴുക്കാർ എന്ന ഒരു പാവി തിരിച്ചിട്ട് തീയൊഴി ഉയർത്തിവിടും. Jealousy will throw the jealous, spoiling wealth into the dirty trap after spoiling his wealth. 169. ഔവ്യ നെഞ്ചത്താൻ ആക്കമും ചെവിയാൻ കേടും നിനയ്ക്കപ്പെടും. കവി അവസാനം പറയാണ്, നിങ്ങൾ ചിലപ്പോ കൺമുന്നിൽ കാണുന്നത് അസൂയയുടെ മുഴുത്ത രൂപമായ ഒരുത്തന്റെ അഭിവൃദ്ധിയും സമ്പന്നതയും, അതേപോലെ അസൂയ ഇല്ലാത്ത ഒരുത്തന്റെ ദാരിദ്ര്യവും, ഈ രണ്ടും നമ്മൾ കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട. ഈ രണ്ടും ആ ക്ഷണം അല്ലെങ്കിൽ ഒരു തന്മാത്രയ്ക്ക് മാത്രമേ അത് ഉള്ളൂ. ഇത് രണ്ടും അടുത്ത നിമിഷത്തിൽ തന്നെ മാറി മറയും. അതായത് അസൂയ ഉള്ളവന്റെ സമ്പത്തും നശിച്ചു പോകും, അസൂയ ഇല്ലാത്തവന്റെ ദാരിദ്ര്യവും മൊത്തം തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഈ രണ്ടും നമുക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അവ്യ നെഞ്ചത്തനാക്കവും, അവ്യ നെഞ്ചത്തൻ അസൂയ മുഴുത്ത ഹൃദയമുള്ളവന്റെ ആക്കവും സമൃദ്ധിയും ചെവിയാൻ ഹൃദയശുദ്ധി ഉള്ളവന്റെ കേടും ദാരിദ്ര്യവും നിന്നയിക്കപ്പെടും. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് അറിയപ്പെടേണ്ടതാകുന്നു. ചിലപ്പോൾ ദുഷ്ടജനങ്ങൾക്ക് നല്ല സമൃദ്ധിയും ഭാഗ്യവുമെല്ലാം കണ്ടു വരുന്നു, ശുദ്ധന്മാർക്ക് ദാരിദ്ര്യവും. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നത്? ചിന്തിച്ചറിഞ്ഞ് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടതാണ്. അത് പൂർവജന്മ കർമ്മഫലമല്ലാതെ മറ്റൊന്നുമല്ല. അസൂയാലുവിന് ഉണ്ടാകുന്ന സമൃദ്ധിയും ശുദ്ധനും ഉണ്ടാകുന്ന ദാരിദ്ര്യവും ക്ഷണികമാണ്. രണ്ടും വളരെ വേഗം ഇല്ലാതാകും. സ്പർദ്ധിതൻ സമ്പത്ത്
ശുദ്ധന്റെ ദാരിദ്ര്യവും ഓർത്തു കാണേണ അതിനർത്ഥം. കവ്യ നെഞ്ചത്താനാക്കം ചെവിയാൻ കേടും നിനയ്ക്കപ്പെടും. അസൂയ ഉള്ളവന്റെ സമൃദ്ധി, ശുദ്ധനായ ഒരുത്തന്റെ ദാരിദ്ര്യം, ഈ രണ്ടും ക്ഷണിക മാത്രമാണ് എന്ന് പറയും. 169. സ്പർദ്ധിതൻ സമ്പത്തു, ശുദ്ധന്റെ ദാരിദ്ര്യം ഓർത്ത് കാണേണം അതിനർത്ഥം. അസൂയക്കാരുടെ സമൃദ്ധിയും നിരപരാധികളുടെ ദാരിദ്ര്യവും സങ്കല്പിക്കുക. അങ്ങനെ സംഭവിക്കുമോ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അത് വളരെ നാരകീയവും പൈശാചികവുമാണ്. നരകത്തിന്റെ പ്രവേശനത്തിന് അർഹമാക്കുന്ന ഒന്നാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അപൂർവമായെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. വലിയ മുതലാളിയുടെ ബിസിനസ് സ്ഥാപനത്തില് ജോലി ചെയ്തിരുന്ന, അവിടെ വിശ്വസ്തനായി കൂടെ കൊണ്ടു നടന്ന ആള് പിൽക്കാലത്ത് വലിയ ധനാഢ്യനാവുകയോ ഈ മുതലാളി പരമദരിദ്രനായി തീരുന്നതോ നാം കണ്ടിട്ടുണ്ടാവും. അത് തീരെയും കുറവല്ല, നടക്കാറുണ്ട്. അപ്പോഴാണ് ചിലരെല്ലാം പറയുന്നത്, ദുഷ്ടനെയാണ് ഇപ്പോൾ വളർത്തുന്നത്, ദുഷ്ടനെ പന പോലെ വളർത്തുന്നു. ഈ ലോകത്ത് ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എന്റെ ദുഃഖമെന്നൊക്കെ കവി മലയാളത്തിൽ മറ്റൊരു കവിതയിൽ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ, ഇവിടെ തിരുക്കുറൽ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ സംഭവിച്ചേക്കാം. സംഭവിച്ചാലും നമ്മൾ കാണുന്നത് ഇപ്പോഴത്തെ കഥ മാത്രമാണ്. അത് അങ്ങനെ പ്രവർത്തിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തി നാരകീയമാണ്, തെറ്റായിട്ടുള്ളതാണ്, ഒരിക്കലും അനുകൂലിക്കാൻ പറ്റാത്തതാണ്. അത് ശരിയല്ല, വർജിക്കേണ്ടതാണ്. ഓവർ. കവിയ നെഞ്ചത്താൻ ആക്കവും ചെവിയാൻ കേടും നിനയ്ക്കപ്പെടും. Prosperity of jealous and poverty of innocent are to be imagined. 170. തിരുവള്ളുവർ അവസാനമായിട്ട് അസൂയ എന്നുള്ള അധികാരത്തിൽ പറയുകയാണ്. അവസാന 2 അധികാരത്തിൽ ഖുർആനിലും അദ്ദേഹം പറയുന്നു, ഈ അസൂയ ഉള്ളവന്റെ വളർച്ച, അസൂയ ഇല്ലാത്തവന്റെ ദാരിദ്ര്യം. വീണ്ടും ഒന്നുകൂടി സമർത്ഥിച്ച് പറയാണ്, അസൂയ ഉള്ളവന്റെ അഭിവൃദ്ധി, അതില്ലാത്തവന്റെ നരകയാതന. ഇത് ഒന്നുകൂടി വേറെ രീതിക്ക് പറയാണ്, അസൂയ കൊണ്ട് ആരും അഭിവൃദ്ധി പ്രാപിക്കില്ല, അതുപോലെ അസൂയ ഇല്ലാത്തത് കൊണ്ട് ആരും അധപതിച്ചു പോകത്തുമില്ല. എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അസൂയ ഉള്ളവൻ നശിച്ചു പോവുകയും അതില്ലാത്തവൻ ഉന്നതിയിലേക്ക് വളരുകയും ചെയ്യും എന്ന് ഒന്നുകൂടി പറയുന്നുണ്ട്. അഴുക്കറ്റ് അകന്റാരും ഇല്ലേ. അഴുക്കറ്റ്, അസൂയ കൊണ്ട് വളർച്ചയിലെത്തിയവരാരുമില്ല. അകത് ഇല്ലാർ, ആ അസൂയ ഇല്ലാത്തവർ പെരുക്കത്തിൽ തീർന്നാരും ഇല്ലേ. അതുകൊണ്ട് അധപതിച്ച് പോയതായിട്ടും ഇല്ല. അഴുക്കറ്റ്, അസൂയ മുഴുത്ത് അകന്റാരും ഉന്നതിയെ പ്രാപിച്ചവരും ഇല്ല. അസൂയ ഇല്ലായ്മയാൽ അത് ഇല്ലാത്തവർ പെരുക്കത്തിൻ ഉന്നതിയിൽ നിന്ന് തീർന്നാരും അധപതിച്ചു പോയവരും ഇല്ല. ഉള്ളിൽ അസൂയ മുഴുത്തത് കൊണ്ട് വളർന്ന് ഉന്നതിയെ പ്രാപിച്ചവരായി ആരുമില്ല. അതുപോലെ അസൂയ ഇല്ലാത്തത് കൊണ്ട് മാത്രം നശിച്ചു പോയവരും ആരുമില്ല. എന്നായാലും
അസൂയാലുകൾക്ക് അധപതനമേ ഉണ്ടാവൂ, അതില്ലാത്തവർക്ക് അഭുന്നതിയും ലഭ്യമാണ് എന്ന് തിരുവള്ളുവർ ഒന്നുകൂടി അസൂയ എന്ന ആ ഒരു ഗുണം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം എന്ന് സമർത്ഥിച്ച് പറയുന്നു. ഇന്നത്തെ ടോപ്പിക് അവസാനിക്കുമ്പോൾ 170 കുറലിൽ പറയുന്നു, ഉള്ളിൽ അസൂയ പെരുത്തുയർന്നോർ ഇല്ല, അതില്ലാതെ താണോരും ഇല്ല. ഈ ടോപ്പിക്ക് ആദ്യം അവസാനം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ തയ്യാറാകുമ്പോൾ, ഇത് സാധ്യമായ ഒരു സംഗതിയാണോ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ കടന്നുകൂടിയേക്കാം. കത്തോലിക്ക സഭ മൂലപാപങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ വളരെ എടുത്തു പറയുന്ന ഒന്നാണ് അസൂയ. മൂലപാപങ്ങൾ. അസൂയ കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ചവനും ഇല്ല, അതില്ലാത്തതിന്റെ പേരിൽ നശിച്ചവരും ഇല്ല. അപവാദം പറയുക, മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ അസ്വസ്ഥരാകുക, ഈ വിഭാഗത്തിൽപ്പെട്ടവരിൽ ചിലർ രക്ഷപ്പെട്ടതുപോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നാം കാണുന്നത് നമ്മുടെ കൺമുമ്പിലെ അല്പകാലം മാത്രമാണ്. ആത്യന്തികമായി പലവിധ ക്ലേശങ്ങളിൽ അസൂയാലുക്കൾ അകപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എന്നാൽ നീതിമാന്റെ ജീവിതം, അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ചാക്രികവും നൈരന്തര്യവുമുള്ളതാണെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നീതിമാന്റെ കുലം നശിച്ചു വെണ്ണീറാകില്ല, അവന്റെ സന്തതി അത് നന്മയായി അനുഭവിക്കുക തന്നെ ചെയ്യും. മറ്റവനോ ഇതിന്റെ മറുവശവും അനുഭവിക്കും എന്ന് സാരം. ഓക്കെ, വളരെ പ്രൗഢമായ ഒരു വിഷയം. വർത്തമാന കാലത്ത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. പ്രായോഗികമാക്കാൻ സാധിക്കുമോ എന്ന് സന്ദേഹിക്കുന്ന ഒരു വിഷയം. കുറെയൊക്കെ മനസ്സിന്റെ അന്തരാളത്തിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തോന്നിയേക്കാവുന്ന ഒരു വിഷയം നമ്മെ പഠിപ്പിക്കുമ്പോൾ അസൂയ ഒരിക്കലും നന്നല്ല. രോഗങ്ങളിലേക്ക് പോലും ഒരുപക്ഷെ മനസ്സ് പുണ്ണാകുന്ന ഈ സ്വഭാവം, കുറ്റബോധം ഒക്കെ എക്കാലവും നമ്മെ ഭരിക്കും, അപകടകരമാണ്. ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ, ഈ വിഷയം നമ്മുടെ മുമ്പിൽ തുറന്നു തരാൻ കാട്ടിയ വലിയ മനസ്സിന് മോഹൻ സാറിനും ഈ പ്ലാറ്റ്ഫോമിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ പറയുന്നതിന് വേണ്ടി സാബു സാറിലേക്ക് മൈക്ക് കൈമാറിക്കൊണ്ട് താങ്ക് യു. അഴുക്കറ്റ് അണ്ടാർ ഇല്ലേ, അതില്ലാർ പെരുക്കത്തിൽ തീർന്നാരും ഇല്ല. Those progressed through jealousy and those lost prosperity and spoil being non-jealousy are made. So thank you sir, thank you very much. അസൂയ അല്ലെ, അസൂയക്ക് 10 കുറലിലും 9 ഈ അസൂയ എന്നുള്ള വാക്ക് കവി ഉപയോഗിക്കുന്നുണ്ട്. 1 മാത്രമേ അത് വന്നില്ല. അത് വീണ്ടും വീണ്ടും അഴുക്കാറ് എന്ന് പറഞ്ഞാൽ അഴുക്ക്, മനസ്സിലെ അഴുക്ക് എന്നുള്ളത് വളരെ, പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വേറെ മീനിങ് തോന്നുന്നുള്ളൂ. അഴുക്കാറ്, അസൂയ എന്നുള്ളത് അഴുക്കാറ് ഉടയമ, അതില്ലാതിരിക്കുക എന്നുള്ള ആണ് ഏറ്റവും നല്ല ഒരു അവസ്ഥ എന്ന് കവി പറഞ്ഞു. നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടു, എന്നാൽ അസൂയക്ക് ഒരിക്കലും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വളരെ പ്രാധാന്യമുള്ള വിഷയം, പക്ഷെ മനുഷ്യ സഹജമായ ഒരു വലിയ വികാരമാണ്. നമുക്കറിയില്ല, നമ്മൾ പുറകോട്ട് തള്ളപ്പെടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള
സാഹചര്യങ്ങളെ നെഗറ്റീവായി കാണുന്ന ഒരു രീതി. പക്ഷെ അത് മനഃപൂർവ്വം അതിനെ ഇല്ലാതാക്കാൻ ജോഷ് സാർ പറഞ്ഞ ആ ഉദാഹരണങ്ങളൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാൻ സാധിക്കും. അപ്പൊ അതൊരു വലിയ മനസ്സിന്റെ ഉടമയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. സോ മോഹൻദാസ് സാർ താങ്ക് യു, ജോഷ് സാർ താങ്ക് യു. കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ചയിൽ അധികാരം 18, തമിഴില് ബെഹാമൈ, മലയാളത്തില് ലോപരാഹിത്യം, അന്യന്റെ സമ്പത്ത് അനധികൃതമായി കൈയടക്കണം എന്ന അദ്യാർത്ഥി ദോഷകരവും വിനാശകരവുമാണ്. അന്യ സമ്പത്തിൽ അസൂയപ്പെടുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന കുറ്റമാണ് ഈ ലോപം. ആകയാൽ അസൂയ രാഹിത്യത്തിന് തൊട്ടടുത്ത അധികാരമായി ലോപരാഹിത്യം ബന്ധിച്ചിരിക്കുന്നു. അതായത് ഡിസയർ. നേരത്തെ പറഞ്ഞ ജലസ് ആണെങ്കിൽ അടുത്ത അധ്യായം ഡിസയർ ആണ്. ആശ ഇല്ലായ്മ, നിരാശ എന്ന് ഹിന്ദിയിൽ പറയുന്നു. കാരണം ഇതെല്ലാം എന്താ പറഞ്ഞ പോലെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് സഹിച്ച് അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ ജീവിതം വളരെ നന്മ നിറഞ്ഞതാകും എന്നാണ് കവി വീണ്ടും വീണ്ടും ഓരോ അധ്യായത്തിൽ കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നുണ്ട്. സാർ അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിക്കും സാർ. ആദി ഭഗവാൻ സാർ പറയും. സാർ നമസ്കാരം. നമ്മുടെ തിരുക്കുറൾ ഇന്നത്തെ അളുക്കാറാമൈ സാറ് പറഞ്ഞത് കേൾക്കുമ്പോൾ തിരുവള്ളുവർ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ പണ്ടേ പറഞ്ഞിട്ടുണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു കാര്യം കൂടി തിരുവള്ളുവർ പറഞ്ഞത്, ഈ അസൂയ ഉള്ളവൻ നല്ലവണ്ണം ജീവിക്കുന്നുണ്ട്, അസൂയ ഇല്ലാത്തവൻ താഴെ നിലയ്ക്ക് തള്ളപ്പെടുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഇതേ സംഗതി നമ്മുടെ തമിഴിലെ തന്നെ പട്ടിണത്താരന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് പോയിട്ടുണ്ട്. പുള്ളി പറഞ്ഞത്, പിൻ ചെയ്ത തീവിனை യാതൊன்றுமில்லை, பிறப்பதற்கு മുൻ ചെയ്ത തീവിനയോ ഇങ്ങ് എനെ വന്ന് മൂണ്ടതുവേ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത, ഇപ്പം ഞാൻ ഒന്നും തീയത് ചെയ്തിട്ടില്ല, നന്മയെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നേരത്തെ ഞാൻ ചെയ്ത തീവിனை, പണ്ട് ചെയ്ത മുന്നോറുകൾ ചെയ്ത ഒരു തീവിനയാണ് ഇന്ന് നമ്മളെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനും തിരുവള്ളുവർ തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് ഒരു ചാൻസ് കൊടുത്തതിന് നന്ദി. താങ്ക് യു സാർ. ഓക്കെ, ദെൻ രമാവതി മാം, റോയ് സാർ, ജോർജ് സാർ. സാറേ നമസ്കാരം. യെസ്. മോഹൻദാസ് സാർ നമസ്കാരം. കാരണം ഒരു 3 അക്ഷരം ഉണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണ്. തീക്കനലാണ്. അതാണ്. അതായത് ഈ അസൂയ എന്ന് പറയുമ്പം ഈ ഞാൻ ചിലപ്പോ പറയാറുണ്ട്, മനസ്സിങ്ങനെ വലുതാക്കണം. ചെറിയ മനസ്സുണ്ടെങ്കിൽ സങ്കുചിത മനസ്സിങ്ങനെ വലുതാക്കി വരുമ്പോ അസൂയ എന്നുള്ള സംഭവം നമ്മളെ മനസ്സിന്ന് പോവും. എന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത്? ഇപ്പം ചില അമ്മമാര് വരെ, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, സ്കൂളിൽ പോവാത്ത കുട്ടിക്ക് അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഒരു നോട്ട്ബുക്ക് കൊടുക്കുമ്പോ കൊടുക്കണ്ടെന്ന് പഠിപ്പിക്കുന്ന അമ്മമാരുണ്ട്. നിന്റെ ബുക്ക് അവൻ ചീത്തയാക്കും. ശരിക്കും അസൂയാണ്. മറ്റേ കുട്ടി കുറച്ച് പഠിക്കുന്ന കുട്ടിയാണെങ്കിലേ മാർക്കിന്റെ അവിടെ അസൂയ ഉടലെടുക്കുന്നുണ്ട്. മാർക്കിന്റെ പ്രശ്നമുണ്ട് അവിടെ. അപ്പം അത് കണ്ടിട്ട് നമ്മളെ കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു അസൂയ അവിടെ കാണിക്കുമ്പം അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് നമ്മളെ കുട്ടികളാണ്. നമ്മളിത് ആർക്കും ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, ആ പാടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ശരിക്കും നമ്മുടെ സാറ് ജോഷ് സാറ് പറഞ്ഞ പോലെ ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് കവി പറയുന്നില്ലേ? അതാണ് ചില കാര്യങ്ങള് അസൂയ ഉള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ പോലും നമുക്ക് നെഗറ്റീവ്സ് വരും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മള്
എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെ കുടുംബക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന പറയുമ്പോൾ, ഓ നീ എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്, നീ അങ്ങനെ കൊടുക്കാനേ പാടില്ല, അവൻ എങ്ങനെയാണ്, അവൻ പൈസ സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ നെഗറ്റീവ് കയറ്റിക്കൊണ്ടിരിക്കും ചില സ്ഥലത്ത്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന രീതിയുണ്ട് സാറേ ഈ പറഞ്ഞ പോലെ. അതിനിടയിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച ദിവസമാണെന്ന്. കാരണം രണ്ടുപേരും അറ്റാക്ക് ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് 38 വർഷം കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചത് 2004. ആ ഒരു ദിവസം കൂടിയാണ്. കാരണം നല്ല നല്ല കാര്യങ്ങളാണ് നമ്മളെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അമ്മയാണ് അധികം, അമ്മയുടെ കൂടെയാണ് ഞാൻ അധികം ജീവിച്ചത്. അച്ഛൻ്റെ കൂടെ ഞാൻ 3ാം ക്ലാസ്സുകാരിയെ നഷ്ടപ്പെട്ടതാണ് അച്ഛൻ. അപ്പം അതുകൊണ്ട് തന്നെ സാറേ ഞാൻ 1-2 ഉദാഹരണം പറയാം. എൻ്റെ മോൻ +2 പഠിക്കുമ്പോൾ അവന് ഡാൻസ് അറിയില്ല. അപ്പം +2 ഒരു ടീച്ചർ പറയാണ്, ഉഷ ടീച്ചർ, അപ്പൊ ബാക്കി എല്ലാ കാര്യവും ചെയ്യുന്നതാണ്. എല്ലാ പിന്നെ സ്പോർട്സിലാണെങ്കിലും ഇങ്ങനെയുള്ള യുവജനോത്സവത്തിൽ ഏതില് പരിപാടിയിലും ഉണ്ട്, പ്രച്ഛന്നവേഷമാണെങ്കിലും കഥ എഴുത്താണെങ്കിലും. അപ്പൊ റോഷൻ നീ ഒരു ഡാൻസ് കളിക്കണം, ബോയ്സ് ആരുമില്ല ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു സാറേ. അപ്പൊ എന്നെ വിളിക്കാണ് ഓഫീസിൽ, ഇങ്ങനെ ഡാൻസ് കളിക്കണം. അടുത്ത വീട്ടിലെ സാറ് എന്നെ കൊണ്ട് ഡാൻസ് പഠിപ്പിച്ചു. അപ്പൊ നല്ലൊരു ഡാൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പാള് ഒരു ദിവസം വിളിച്ചിട്ടാകുമ്പോ എനിക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ, പേരൊന്നും ഞാൻ വ്യക്തമാക്കുന്നില്ല. അയാള് പറഞ്ഞു, നിങ്ങളെ കുട്ടി ഡാൻസ് കളിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടി ചിലപ്പോ തിലകമാവും. +2 തന്നെ കുട്ടി, പെൺകുട്ടി. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റും. ഡാൻസ് ഫുള്ള് പഠിച്ച കുട്ടിയാണ്. അപ്പം പ്രിൻസിപ്പാൾ പറയാണ്, ഇവനെ സ്കൂളിൽ വേണമെങ്കിൽ നമ്മൾ കളിപ്പിച്ചോളാം, എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാണ്. ഞാൻ ഒഴിഞ്ഞു സാറേ. ഞാൻ പറഞ്ഞു ശരി എന്നാൽ. എൻ്റെ മോൻ പിൻവലിയാണ്. കുറെ ആയിട്ട് അവനുണ്ട്, ഞാൻ പിൻവലി. പക്ഷെ ആ കുട്ടിക്ക് അത് കലാതിലകമാവാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അത് ഞാൻ ഇങ്ങനെ എൻ്റെ വ്യക്തിത്വം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ചില സമയത്ത് നമ്മൾ അങ്ങനെ പെരുമാറുന്നത് അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാണ് സാറേ. കാരണം എൻ്റെ സ്വന്തം അടുത്ത ബന്ധുവിന്റെ, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുട്ടീന്റെ കല്യാണ നിശ്ചയാണ്. അവര് അത്ര കഴിവൊന്നുമില്ല, അച്ഛൻ മരിച്ചോണ്ട്. അപ്പൊ എൻ്റെ മോക്ക് ഞാനൊരു ചുമന്ന ഡ്രസ്സ് മേടിച്ചിരിക്കുകയാണ്. അവിടെ എത്തുമ്പോ ഞാൻ ചോദിക്കാണ്, മോക്ക് ഡ്രസ്സെല്ലാം ഇല്ല, ഡ്രസ്സൊന്നുമില്ല, പഴയ ഡ്രസ്സ് തന്നെ അവരെല്ലാം വരുമ്പോ ഇടാനാണ്. ഞാൻ അന്നേരം എൻ്റെ മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ പറഞ്ഞു, മോളു അമ്മ എനിക്ക് ഡ്രസ്സെല്ലാം വാങ്ങി തരുമല്ലോ, ഇത് തൽക്കാലം ഇവക്ക് കൊടുക്കുന്നു. എന്നിട്ട് അത് കൊടുത്തു. അപ്പൊ നമ്മൾ ശരിക്കും അസൂയയോട് കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യം അതേപോലെ നോക്കാൻ പറ്റും സാറേ. നമ്മൾ മനസ്സ് വലുതാക്കിയിട്ട് അസൂയയില്ലാതെ. ഇതിലിപ്പോ കുറേ കാര്യങ്ങൾ സാറ് സംസാരിച്ചു 3 പേരും. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, എല്ലാ കാര്യത്തിലും ഇപ്പം പഠിത്തത്തിലായാലും മറ്റേ എന്താ പറയണ്ടേ, ബിസിനസ്സിലായാലും ജോലിയിലായാലും അസൂയ എന്നുള്ള സംഭവം ഉണ്ട് സാറേ. അത് എല്ലാവർക്കും മാറ്റാൻ പറ്റണം എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഞാനിങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുകയായിരുന്നു 3 പേരും പറയുന്ന കാര്യങ്ങൾ. കാരണം അത്രയും വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം അസൂയ എന്നുള്ള ആ 3 അക്ഷരം കൊണ്ട് ഒരു 1.25 മണിക്കൂർ, 7 മണി മുതൽ 8:15 വരെ പറയണമെങ്കിൽ അതിന്റെ എന്താ പറയേണ്ടത്, ഉള്ളിലെ അർത്ഥങ്ങളിലേക്ക് പോയിട്ട് നമ്മളെങ്ങനെ അത് ആ വാക്കിന്റെ ശരിയായിട്ടുള്ള മെസ്സേജ് നമുക്ക് തരികയാണ് സാറേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ചിന്തിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര് ഇപ്പോഴും ദരിദ്ര, അത് പണ്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ സാറേ. ശരിയായിരിക്കാം സാറേ, ശരിയായിരിക്കാം. അത്രേ അർഹത ഉള്ളൂ എന്നുള്ളതാണ് അവിടെ. ശരി, താങ്ക് യു സാർ. ഇന്ന് കിട്ടുന്നില്ല, സോറി, കുറച്ചധികം സമയം എടുത്തു. Okay, thank you, ma'am. Then Roy sir, George sir. Sir, നാട്ടിലെത്തിയോ? എത്തി സർ. താങ്ക് യു. എന്താ കാണുന്നില്ലല്ലോ സാറേ? കേൾക്കാമോ, കാണാമോ? കേൾക്കാം, കാണുന്നില്ല. കേൾക്കാം. സാറേ, ഞാൻ 30-ാം തീയതി എത്തി. വളരെ സന്തോഷം. നയനാർ സർ, ഒരിക്കൽ കൂടെ അഭിനന്ദനം. നല്ല സതുപദേശങ്ങൾ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ. സാറേ, ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഞാൻ ഓർക്കുന്നു, ഒരു ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ കേട്ടതുപോലെ, അസൂയ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജീവനോടെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞ് ഏതോ ഒരു മഹാൻ പറഞ്ഞ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയിൽ വന്നു. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജീവനോടെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അസൂയ. അപ്പോൾ
അതിനെപ്പറ്റി എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ ആ വലിയ മഹാൻ ഇങ്ങനെ ദീർഘവീക്ഷണത്തോടെ എഴുതി വെച്ചു. സാർ അത് നല്ല ഭംഗിയായി ആവിഷ്കരിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു സർ. അതേ വാക്ക് തന്നെ സാർ ഉപയോഗിക്കുന്നത്. തീയൊഴി എന്ന് പറഞ്ഞ വാക്ക് തന്നെ പറയാം. തീയിൽ എന്ന് പറയാം. തീയൊഴി എന്ന് പറയാം. തീ അല്ല, എന്നാൽ തിന്മയിൽ എന്നുള്ള മീനിങ്ങിൽ വരുന്നുണ്ട്. തീയൊഴി. ജോർജ് സാറേ, നാട്ടിൽ വന്നിട്ട് വിദേശത്തെ ഓർത്ത് അസൂയപ്പെടുന്നുണ്ടോ? ഇല്ല, നമ്മുടെ നാട് തന്നെയാണ്. അതെ അതെ. താങ്ക് യു. റോയ് സാർ. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ടെങ്കിലും ഈ അസൂയ എന്ന് പറയുന്നത് മനുഷ്യസഹജമായ ഒരു വികാരമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ അസൂയ ഉള്ളിലുള്ളപ്പോൾ ഒരു കാരണവശാലും ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അതിനെ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഉയർച്ചയും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ തിരുക്കുറളിനകത്ത് നല്ല ഭംഗിയായിട്ട് എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അസൂയ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവുകയില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ നമ്മൾക്കുള്ളത് മറ്റൊരാൾക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരസൂയ അത് വേറൊരു ഇതാണ്. കാരണം നമ്മളുടെ അനുഭവിക്കുന്ന സുഖം അല്ലെങ്കിൽ നമുക്ക് ഉള്ളത് മറ്റൊരാൾക്ക് വരുമ്പോൾ കാണുന്ന അസൂയകൾ മനുഷ്യസഹജമായി കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ അവരിൽ തന്നെ കാണുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാനത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വികാരമല്ല, വികാരം എന്ന് പറയാം അല്ലേ, അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം അത് മനുഷ്യരാശിക്ക് നാശം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് എന്ന് അനുഭവത്തിൽ നിന്നും പലതും നമുക്ക് പലരിലും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വികാരമാണ്. ഏതായാലും അത് ഒന്നുകൂടി എടുത്ത് ചിന്തിക്കുന്നതിനും അതിൻ്റെ ദൂരവ്യാപകമായ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനും ശ്രമിച്ച മോഹൻദാസ് സാറിനും ജോഷി സാറിനും അതിന് വേദി ഒരുക്കിയ സാബു സാറിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. റോസമ്മ, സ്നേഹദാമ.